പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു വീഡിയോയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമാകുമെന്ന് എനിക്ക് വളരെയധികം ഉറപ്പുണ്ട്. രോഗമില്ലാതെ ജീവിക്കുക എന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ഒരു രോഗം ഉണ്ടാക്കിയെടുക്കുക എന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യവുമാണ്. രോഗമില്ലാത്ത ജീവിതം പഠിപ്പിക്കുന്ന പ്രകൃതി സുകൃതിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. രോഗമില്ലാതെ ജീവിക്കുന്നതിന് ഭക്ഷണത്തിൻ്റെ തലത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പാചകം ചെയ്ത ഭക്ഷണം 2 നേരവും മറ്റു സമയങ്ങളിൽ വേവിക്കാത്ത ഭക്ഷണവും പഴങ്ങളും പച്ചക്കറികളും കഴിച്ചുകൊണ്ട് രോഗമില്ലാത്തൊരു സുന്ദര ജീവിതം ഏവർക്കും സാധ്യമാക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് എത്തുന്ന രാസവിഷങ്ങളെ പരമാവധി അല്ലെങ്കിൽ കൃത്രിമത്വങ്ങളെ നമ്മൾ പരമാവധി ഒഴിവാക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും നമ്മൾ അറിയാതെ ഒരുപാട് രാസവിഷങ്ങൾ അല്ലെങ്കിൽ മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് എത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സാധ്യതയെ പരമാവധി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രകൃതിദത്തമായ ഒരു രീതിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെയൊക്കെ വീടുകളിലെ അടുക്കളകളിൽ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഡിഷ് വാഷുകൾ, പൗഡറായാലും ലോഷനുകളായാലും അതിൻ്റെ ബാറുകളായാലും ഒക്കെ ധാരാളം രാസവിഷങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. നമ്മൾ എത്ര കൊണ്ട് അത് വെള്ളം ഉപയോഗിച്ച് കഴുകിയാലും അതിൻ്റെ ഒരു ഭാഗം എന്തായാലും നമ്മുടെ ശരീരത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രകൃതിദത്തമായ അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഒരു ഡിഷ് വാഷ് പൗഡറാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കാം. നോക്കാം എങ്ങനെയാണിത് തയ്യാറാക്കേണ്ടതെന്ന്. ഞാനിവിടെ 2 സാധനങ്ങൾ കൊണ്ടാണ് ഈ നാച്ചുറൽ ഡിഷ് വാഷ് പൗഡർ തയ്യാറാക്കുന്നത്. ഇത് ഒന്ന് നമുക്കറിയാം തേങ്ങാ പിണ്ണാക്കാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് ഓറഞ്ചിൻ്റെ തൊലി. ഞാനിവിടെ അല്പം തേങ്ങാ പിണ്ണാക്ക് എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വെളിച്ചെണ്ണ മില്ലിൽ നിന്നും സംഘടിപ്പിച്ചതാണ്. വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഇത് കിട്ടും. 1 കിലോ തേങ്ങാ പിണ്ണാക്കിന് ഇവിടെ 30 രൂപയോ മറ്റേ ഉള്ളൂ. അതേപോലെ കഴിഞ്ഞ ദിവസം ഓറഞ്ച് മേടിച്ചപ്പോൾ അതിൻ്റെ തൊലി ഞാൻ എടുത്തു വെച്ച് ഒരു ദിവസം ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് രണ്ടും കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നോക്കാം, ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. മാത്രവുമല്ല ഇതിന് നല്ലൊരു സ്മെല്ലും ഉണ്ട്. തേങ്ങാപ്പിണ്ണാക്കിൻ്റെ വെളിച്ചെണ്ണ വെന്തതിൻ്റെ മണവും അതോടൊപ്പം തന്നെ മധുര നാരങ്ങയുടെ ഒരു മണവും. പിന്നെ ഞാൻ ചകിരി കൊണ്ട് തന്നെ ഒരു സ്ക്രബ്ബറും തയ്യാറാക്കിയിട്ടുണ്ട്, ചകിരിയുടെ നാരുകൾ ചേർത്ത് വെച്ചിട്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊന്ന് കഴുകി നോക്കാം. നല്ല ഒരു വെട്ടിത്തിളക്കം വന്നിട്ടുണ്ട് പാത്രത്തിന്. മാത്രമല്ല ഇതിൻ്റെ ഒരു സുഗന്ധം കൂടി ഉണ്ടാവും പാത്രത്തിന്. അപ്പോൾ നമ്മൾ മറ്റ് കെമിക്കലുകൾ എത്ര കണ്ട് കഴുകിയാലും അതിൻ്റെ ഒരു അംശം എന്തായാലും പാത്രത്തിലുണ്ടായിരിക്കും. അതിൻ്റെ ഒരു സ്മെല്ലും അവശേഷിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് പ്രകൃതിയുടെ തന്നെ ഒരു സുഗന്ധം നമുക്ക് ആസ്വദിക്കാം. അതോടൊപ്പം തന്നെ ശരീരത്തിന് യാതൊരുവിധ പ്രയാസങ്ങളും ഉണ്ടാകുകയില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പരമാവധി രാസവിഷങ്ങളെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് എത്തുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള ചില ബദലുകൾ, ചില പകരം സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാറ്റി നിർത്താൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രകൃതിദത്തമായ രീതികൾ നമ്മൾ ഓരോരുത്തരും പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഈ ആശയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്രകൃതി സുകൃതിയുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കാനും കമൻറ്റുകൾ എഴുതാനും വളരെ എളിമയോടുകൂടി അഭ്യർത്ഥിക്കുന്നു. ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്തേ.